പ്രൈസ് ദി ലോർഡ്. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ അവന്റെ കൂടെ അനുഭവിക്കണം. യെശയ്യാ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ഒരു വചനത്തിൽ ഞാൻ എൻ്റെ എന്നിങ്ങനെ 6 പ്രസ്താവനകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ദൈവത്തിന്റെ ദാസനായത് എത്ര ഭാഗ്യം! ഇത് മഹാഭാഗ്യമാ പ്രിയമുള്ളവരെ. ഇവിടെയാ നമുക്ക് കാണാം, ഞാനാണ് എന്റെ ദാസനെ താങ്ങുന്നത്. അവൻ തനിയെ നിൽക്കുകയല്ല, മറ്റാരും അവനെ സഹായിക്കുന്നില്ല, ഞാൻ തനിയെ അവനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പ്രത്യേകത. ഞാനാണ് എൻ്റെ ദാസനെ നിർത്തിയത്. ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയും. 2, എൻ്റെ ദാസൻ, അവൻ എൻ്റെ ദാസനാണെന്ന് കർത്താവ് പറയുകയാണ്. എന്തൊരു അഭിമാനകരമായ കാര്യമാണെന്നറിയാമോ? സകല പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥാവകാശമായ ഉള്ള നമ്മുടെ കർത്താവ് പറയുകയാണ്, അവൻ എൻ്റെ ദാസനാണ്. അവൻ ലോകത്തിന്റെ ദാസനല്ല, കർത്താവിന്റെ ദാസനാണ്. അവൻ എൻ്റെ ദാസൻ. 3 നോക്കിയേ, അവന്റെ ഉള്ളം അവനിൽ പ്രസാദിക്കും. അവന്റെ ഉള്ളമല്ല, എൻ്റെ ഉള്ളം അവനിൽ പ്രസാദിക്കും. അവനെ മറ്റ് ആർക്കെങ്കിലും ഇഷ്ടമാണോ എന്നത് എനിക്ക് വിഷയമല്ല. കർത്താവ് പറയാ, എനിക്ക് അവനെ ഇഷ്ടമാണ്. എൻ്റെ ഉള്ളം അവനെ ചൊല്ലി സന്തോഷിക്കുന്നു. മത്തായി 3:17 അവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവ് പറഞ്ഞെങ്കിലും അന്നത്തെ ലോകവും മതവും അവനിൽ പ്രസാദിച്ചില്ല. എന്നതുപോലെ പ്രിയമുള്ളവരെ, ഈ ലോകവും ലോകത്തിലുള്ളവരും നമ്മളിൽ ചിലപ്പം പ്രസാദിച്ചില്ലെന്ന് വരാം. എന്നാൽ എന്നെ നിർത്തിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. 4, എൻ്റെ വൃതൻ. പഴയ നിയമത്തിൽ വൃതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വചനത്തിൽ 2 കാര്യം കാണാം. 1, വൃതന്റെ നിർബന്ധങ്ങളും. അങ്ങനെ ജീവിതത്തിന്റെ ശക്തി അപാരമാണ്. സ്നേഹിത, നീ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ദൈവത്തിന്റെ വൃതനായിരിക്കും. ഇവിടെയാ കർത്താവ് പറയുന്നത്, എൻ്റെ വൃതൻ എപ്പോഴും അവന്റെ വൃതൻ തന്നെയാണ്. വൃതന്മാരെ അവന്റെ കൈകളിൽ അവൻ താങ്ങും. 5, ഞാനാണ് അവനെ അഭിഷേകം ചെയ്തത്. അഭിഷേകം വേർതിരിക്കലാണ്. അഭിഷേകം നിയമിക്കലാണ്. അഭിഷേകം ഉത്തരവാദിത്വം ഏൽപ്പിക്കലാണ്. അഭിഷേകം അവന് പുതിയൊരു ശുശ്രൂഷ കൈമാറുന്നതാണ് അഭിഷേകം എന്നത്. ശമൂവേല് അഭിഷേകക്കൊമ്പുമായി വന്നു. അഭിഷേക തൈലമെടുത്ത് ശമൂവേലിന്റെ ശിരസിൽ ഒഴിച്ചപ്പോൾ മുതൽ അത്രയും നാൾ പദവിയില്ലാത്തവൻ അധികാരവും പദവിയും കൊടുക്കുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ, ഇവിടെയാ അഭിഷേകം തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ ആട്ടിടയനായ ദാവീദിന്റെ മേലേക്ക് ഈ അഭിഷേകം ഒഴിച്ചപ്പോൾ അവൻ രാജാവായി മാറുന്നത് കാണാൻ കഴിയും. ഈ അഭിഷേകം നമ്മുടെ മേലേക്ക് വന്നാലുണ്ടല്ലോ, അടിമുടി നമ്മൾ മാറും പ്രിയമുള്ളവരെ. ഈ അഭിഷേകത്തിന്റെ ശക്തിയാ നമ്മളെ നടത്തുന്നത്. എൻ്റെ ആത്മാവിനെയാണ് ഞാൻ അവന്റെ മേൽ വെച്ചിരിക്കുന്നത്. കർത്താവ് പറയുന്നത്, എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അവനിലൂടെ ഞാൻ നടത്തും. ഞാൻ അവനിലൂടെ പ്രവർത്തിക്കാൻ പോവുക. ഞാൻ അവനിലൂടെ അത്ഭുതം ചെയ്യാൻ പോവുക. ഞാൻ അവനിലൂടെ അടയാളം പ്രവർത്തിക്കാൻ പോവുക. അവൻ ഇന്ന് എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. പ്രിയമുള്ളവരെ, നമ്മളെ താങ്ങുന്ന ദൈവത്തിന്റെ സന്നിധി ഹൃദയമൊന്നൊരുക്കാമോ? മനസ്സൊന്നൊരുക്കാമോ? ജീവിതമൊന്നൊരുക്കാമോ? ഇവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ കഴിയുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ, കർത്താവേ, നിന്റെ മഹത്വം എന്റെ അകത്ത് വെളിപ്പെടുത്തുവാൻ, എന്നെ നയിക്കുന്ന എന്റെ കർത്താവിന്റെ സ്നേഹം ഒന്ന് അനുഭവിക്കുവാൻ. കാരണം അവന്റെ ഉടമസ്ഥാവകാശം, തന്റെ മക്കളെ അവൻ ആ കൃപയിലേക്ക് കൊണ്ടുവന്ന് ആ അവകാശം അനുഭവിക്കുവാനും ആ അവകാശത്തോടുകൂടെ പ്രവർത്തിക്കുവാനും കർത്താവ് വേർതിരിക്കുന്നെങ്കിൽ ഈ പ്രഭാതം എത്ര സന്തോഷമാണ്. കർത്താവ് മഹത്വം എടുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.